90% ആളുകളും വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ഈ ടാബ്ലറ്റ് കഴിക്കുന്നത് തെറ്റായ രീതിയിലാണ്. കൂടുതൽ ആളുകളും ചെയ്യുന്ന ഈ രണ്ട് തെറ്റുകൾ അവരുടെ വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ 50% കുറക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ കൂടെയാണ് പലരും ഈ ടാബ്ലറ്റ് വൈറ്റമിൻ ഡി കഴിക്കാറുള്ളത്. എന്നാൽ വൈറ്റമിൻ ഡി വെള്ളത്തിൽ അലിഞ്ഞു ചേരാത്ത ഒരു കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ കൂടെയുള്ള ഇതിന്റെ അബ്സോർപ്ഷൻ വളരെയധികം കുറയും. രണ്ടാമത്തെ കാര്യം, പലരും ചില ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്ന പോലെ തന്നെ എം ടി സ്റ്റൊമക്കിൽ വൈറ്റമിൻ ഡി കഴിക്കാറുണ്ട്. എം ടി സ്റ്റൊമക്കിൽ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ വയറിൽ ഇൻഡസ്റ്റൈനിൽ അബ്സോർബ് ചെയ്യാൻ പ്രത്യേകിച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന്റെ കൂടെയുള്ള വൈറ്റമിൻ ഡിന്റെ അബ്സോർപ്ഷനും കുറയാനാണ് സാധ്യത. ഇനി നിങ്ങൾ കഴിക്കുന്ന ഈ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് അബ്സോർപ്ഷൻ പരമാവധി വർദ്ധിപ്പിക്കുന്ന 3 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തത്, നിങ്ങൾ ഒരു ദിവസം ഏറ്റവും കൂടുതൽ അളവിൽ എപ്പോഴാണോ ഭക്ഷണം കഴിക്കുന്നത് ആ ഭക്ഷണത്തോടൊപ്പം ഈ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് കഴിക്കുക എന്നുള്ളതാണ്. കാരണം അങ്ങനെ കഴിക്കുന്ന സമയത്ത് അതിൽ മത്സ്യമായിട്ടോ മുട്ടയായിട്ടോ അല്ലെങ്കിൽ കറിയിലോ മറ്റുള്ള ഓയിലുകളായിട്ടോ ഈ ഫാറ്റിന്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വൈറ്റമിൻ ഡി അല്ലെങ്കിൽ കോളെ കാൽസിഫറോൾ എന്ന് പറയുന്ന ഈ ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് അതിൽ നന്നായി അലിഞ്ഞു ചേരുകയും നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട് ഫാറ്റിന്റെ അബ്സോർപ്ഷൻ നടക്കുന്ന സമയത്ത് ഈ വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷനും നല്ല രീതിയിൽ നടക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഭക്ഷണത്തോടൊപ്പം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലിന്റെ കൂടെ നിങ്ങൾക്ക് വൈറ്റമിൻ ഡി സപ്ലിമെന്റ് കഴിക്കാവുന്നതാണ്. കാരണം പാലിൽ അടങ്ങിയിട്ടുള്ള ഫോസ്ഫോലിപ്പിഡ്സ് അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സ് പോലെയുള്ള ഫാറ്റുകൾ ഈ വൈറ്റമിൻ ഡി അബ്സോർപ്ഷനെ നന്നായി സഹായിക്കും. പക്ഷെ ഓർക്കണം, നമ്മുടെ മാർക്കറ്റുകളിൽ നിന്ന് ഫാറ്റ് പരമാവധി റിമൂവ് ചെയ്തിട്ടുള്ള പാലുകളും അവൈലബിൾ ആണ്. നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അത്തരം ഒരു പാലല്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് കഴിക്കുമ്പോൾ എല്ലാ ദിവസവും ഒരേ സമയം കഴിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാ ദിവസവും വൈറ്റമിൻ ഡി ടാബ്ലറ്റ് കഴിക്കുന്ന ആളാണെങ്കിലും ആഴ്ചയിൽ 1 ഡോസ് കഴിക്കുന്ന ആളാണെങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും.